എല്ലാവർക്കും പെറ്റൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ക്ലോത്തിങ് വീഡിയോ അല്ല, ക്രിസ്മസ് ഡെക്കോർ ഐറ്റംസിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഞാൻ സ്ഥിരം പോകുന്നൊരു ഷോപ്പാണ്. തൃശ്ശൂരിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം, ഫെജിയാണ് ഷോപ്പ്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. തൃശ്ശൂർ പുത്തമ്പള്ളിയുടെ അടുത്താണ് ഷോപ്പ് വരുന്നത്. ക്രിസ്മസ് ഡെക്കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കളക്ഷൻസ് ഉള്ളൊരു ഷോപ്പാണ്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണലി ഞാനവിടെ പോയിട്ട് നമുക്ക് എല്ലാത്തിനും എടുക്കണമെന്ന് നമുക്ക് തോന്നും. പക്ഷെ അത്രയും എടുക്കുമ്പോഴേക്കും അത്യാവശ്യം നല്ല എക്സ്പെൻസ് ആവും. മീൻസ് കുറച്ചൊന്നും അല്ല കേട്ടോ, അതായത് ഒരുപാട് എക്സ്പെൻസീവ് ആണെന്നല്ല പറയുന്നത്. ഒരുപാട് കളക്ഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഏത് പിക്ക് ചെയ്യുന്നുള്ളത് ഒരുപാട് കൺഫ്യൂസ്ഡ് ആയി പോകും. അതുകൊണ്ട് പറഞ്ഞതാണ്. അത്രയും കളക്ഷൻസ് ഇപ്രാവശ്യം വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും എന്താ പറയുക, എത്ര ഇരട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരൂല, അത്രയും കളക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് കാണാം. മീൻസ് ഇപ്പോൾ ഓൾറെഡി ഇത് പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞു പോവുകയാണെങ്കിൽ എൻ്റെ സംസാരം തീരത്തില്ല, വീഡിയോ തീരും. അതാണ് അവസ്ഥ. ഞാൻ ഒരുപാട് റീടേക്ക് എടുത്തിട്ടാണ് ഓഡിയോ ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ക്യാപ്സ് ലൈറ്റ് കത്തുന്നതുകൊണ്ട് ലൈറ്റ് കത്താത്ത പാറ്റേൺസും ഉണ്ട്. ഹെയർ ബാൻഡ്സ്, അതുപോലെ ഐവെയേഴ്സ്, മറ്റേ കയ്യിൽ നമ്മൾ ബാൻഡ് പോലെ യൂസ് ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട്. പിന്നെ പെൻസ് അവൈലബിൾ ആണ് കേട്ടോ. കുട്ടി ക്യൂട്ടായിട്ടുള്ള ക്രിസ്മസ് തീമിലുള്ള പെന്നുകൾ അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ ഷോപ്പ് പീസസ് ഒരുപാട് അവൈലബിൾ ആണ്. പിന്നെ കിച്ചണിലേക്കും ഡൈനിങ്ങിലേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. പിന്നെ പലതരം സൈസിലുള്ള സാൻഡാസ് അവൈലബിൾ ആണ്. ഇത് ഹെയർ ബോയ് അല്ല കേട്ടോ, ഹാങ് ചെയ്യുന്ന ടൈപ്പ് ബോയ് ആണ്. ഇത് ഞാൻ 1-2 ട്രൈ ചെയ്തായിരുന്നു. ക്യാപ്സ്, ടേബിൾ റണ്ണേഴ്സ് അവൈലബിൾ ആണ്. റീറ്റ്സ്, ഒരുപാട് പറഞ്ഞാൽ തീരാത്ത അത്രയും കളക്ഷൻസ് ഉണ്ട് ക്രിസ്മസിൻ്റെ. പോവാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യണം. ഇവർക്ക് പുത്തമ്പള്ളിയുടെ അവിടെ മാത്രമല്ല, ഫെജിയുടെ ഔട്ട്ലെറ്റ് നമ്മുടെ ഒല്ലൂർ പള്ളിയുടെ അടുത്തും ഇവരുടെ ഷോപ്പ് അവൈലബിൾ ആണ്. അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ പാർക്കിംഗ് സൗകര്യം ഉണ്ടാവണമെങ്കിൽ ഒല്ലൂർ പോവായിരിക്കും നല്ലത്. അല്ലാത്തവർ പുത്തമ്പള്ളിയുടെ അവിടെ പോവുകയാണ് നല്ലത്. ഇതൊക്കെ നമ്മൾ കിച്ചണിലേക്കും ഡൈനിങ് ടേബിളിൻ്റെ മുകളിലേക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസാണ്. എല്ലാം നല്ല ക്യൂട്ടായിട്ടുള്ള ഐറ്റംസാണ്. ഇവിടെ നമുക്ക് ഒരുപാട് കൺഫ്യൂസ് ആയി പോയി ഏതെടുക്കുന്നുള്ളത്. അത്രയും ക്യൂട്ടായിട്ടുള്ള ഐറ്റംസാണ്. പ്രൈസ് റേഞ്ചൊക്കെ നോർമൽ തന്നെയാണ്. വല്ലാണ്ട് ഒരുപാട് എക്സ്പെൻസീവ് ആണെന്ന് പറയാൻ പറ്റിയിട്ടുള്ള ടൈപ്പൊന്നുമല്ല. പിന്നെ ടീ പോട്ട്സ് അവൈലബിൾ ആണ്. പിന്നെ എല്ലാ കാറ്റഗറി ഉണ്ട് കേട്ടോ. ഇനി പ്രൈസ് റേഞ്ച് കുറവാണെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. കുറവ് തൊട്ടിട്ട് നല്ല ഹൈ റേഞ്ച് വരുന്ന ഐറ്റംസ് ഉണ്ട്. അത് യൂസ് ചെയ്യുന്ന ഫാബ്രിക് അനുസരിച്ചിരിക്കും അതിൻ്റെ പ്രൈസിങ്ങും സൈസും കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും പ്രൈസസ്. ഇതിൽ ഒരുപാട് നമ്മൾ ഈ ഫ്ലാറ്റ്സും അതുപോലെ മിനിമലായിട്ടുള്ള പ്ലേസസിലൊക്കെ വെക്കാൻ പറ്റുന്ന കുട്ടി പുൽക്കൂട് എന്ന് പറയാൻ പറ്റില്ല, കുഞ്ഞു നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ കുഞ്ഞു ഐറ്റംസാണ്. ക്യൂട്ടും ആണ് കേട്ടോ. നമ്മൾ പഴയ പാറ്റേണിലുള്ള മോഡൽസും അവിടെ അവൈലബിൾ ആണ്. ഇതിപ്പോൾ പുതിയൊരു മോഡലിൽ ഞാൻ കണ്ടതാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്തതാണ്. ഇതെനിക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ പണ്ടൊരു ദി ഹോം എന്നുള്ളൊരു മൂവി ഉണ്ടായിരുന്നു, ഇംഗ്ലീഷ് മൂവി. അതിൽ കാണുന്ന കുറേ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉള്ള പോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ കണ്ടു കഴിഞ്ഞപ്പോൾ. ഇത് ബെല്ല് പല സൈസിൽ അവൈലബിൾ ആണ്. കുഞ്ഞു സൗണ്ടുകളൊക്കെ വരുന്നതാണ്. നല്ല ഭംഗിയുള്ള ഐറ്റമാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇപ്പോൾ ഈ കാണിച്ചതിനേക്കാൾ ഒരുപാട് കളക്ഷൻസ് പിന്നെയും വന്നിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ച് മുമ്പ് എടുത്തിട്ടുള്ള വീഡിയോ ആയിരുന്നു. അപ്പോൾ ക്രിസ്മസ് ഐറ്റംസ് മേടിക്കാൻ ഇനിയുള്ളവർ എല്ലാവരും ഫെജിയിൽ പോവുക. ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല കേട്ടോ.